ആൻഡ് ഇന്ന് ഫ്രൈഡേ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രേഡ്സ് ഹോൾഡ് ചെയ്യുന്നത് ഭയങ്കര റിസ്ക്കാണ്. കാരണം ഇനി മൺഡേ ഒരു പ്രൈസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് അപ്പിലോ ഗ്യാപ്പ് ഡൗണിലേക്കോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മാക്സിമം പരമാവധി ട്രേഡ്സ് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യാതിരിക്കുക. സോ നിങ്ങളുടെ ടാർഗറ്റ് ലെവൽ എത്തിയില്ലെങ്കിൽ പോലും ഉള്ള പ്രോഫിറ്റിലോ അല്ലെങ്കിൽ ചെറിയ ലോസിലായാലും പ്രോഫിറ്റിലോ ലോസിലോ ആയാലും ക്ലോസ് ചെയ്ത് ബെറ്റർ മൺഡേ ട്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. ഹായ് ഓൾ, വെൽക്കം ടു പ്രീ ആൻഡ് പോസ്റ്റ് മാർക്കറ്റ് അനാലിസിസ്. ഇറ്റ്സ് മീ രാഹുൽ ബഷീർ, യുവർ ഫോറക്സ് മെൻറ്റർ. സോ നമുക്ക് ഡയറക്റ്റായിട്ട് ഗോൾഡിൻ്റെ ചാർട്ടിലേക്ക് തന്നെ അതിൻ്റെ അപ്ഡേറ്റ്സ് നോക്കാം. സോ ഇന്നലെ നമ്മൾ നോക്കിയായിരുന്നു ഒരു പ്രീവിയസ് ഡേയുടെ ഹൈ എടുത്തതിന് ശേഷം മാർക്കറ്റ് ഒന്ന് താഴത്തേക്ക് ഇറങ്ങിയായിരുന്നു അല്ലേ. അതിനുശേഷം ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 1 ഹവറിൻ്റെ തന്നെ ട്രെൻഡ് ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടറിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഒരു സെൽ സൈഡിലേക്കുള്ള ഒരു ഡയറക്ഷനിലേക്ക് നോക്കുന്നതായിരിക്കും ഇനി ബെറ്റർ. കാരണം ഇപ്പോൾ നോക്കുകയാണെങ്കിൽ ഡെയിലി വൈസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു മേജർ സപ്ലൈ ലെവലിൽ നിന്ന് ഡെയിലി വൈസ് തന്നെ നല്ല റിജക്ഷൻസ് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇതിൻ്റെ ഒരു കണ്ടിന്യൂഷൻ എവിടെ വരെ പോകാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ലാസ്റ്റ് നടന്ന ഒരു കൺസോൾട്ടേഷൻ ഏരിയ വരെയാണ് നമ്മൊരു പ്രോഫിറ്റ് ടാർഗറ്റ് നോക്കാനായിട്ട് പോകുന്നത്. അത് ഓൾമോസ്റ്റ് 4300 ലെവലിലാണ് ആ ഒരു സെൽ ടാർഗറ്റ് വരുന്നത്. അപ്പോൾ ഇനിയും നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു സെല്ലിലേക്കുള്ള ചാൻസസ് കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി ഈ കാണുന്നൊരു 4300 ലെവൽ വരെ സെല്ലിനെ നോക്കാവുന്നതാണ്. ഇപ്പോൾ ന്യൂയോർക്ക് മാർക്കറ്റ് ഓപ്പൺ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇവിടെ നിന്ന് എന്തെങ്കിലും ഒരു ഇൻറ്റർണൽ സെറ്റപ്പിൽ എന്തെങ്കിലും ഒരു സെല്ലും കാര്യങ്ങളൊക്കെ കിട്ടിക്കഴിഞ്ഞാൽ ഡെഫിനറ്റ്ലി നിങ്ങൾക്ക് പോകാവുന്നതാണ്. ഇപ്പോൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെഷൻസിൻ്റെ ഹൈ ഒക്കെ പ്രൈസ് എടുത്തിട്ടുണ്ട്. 15 മിനിറ്റിൻ്റെ തന്നെ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് ലെവലിൽ നിന്നാണ് പ്രൈസ് ഇപ്പോൾ റീട്രേസ് ചെയ്യുന്നത്. അപ്പോൾ ഈ ഒരു സെൽ കണ്ടിന്യൂഷൻ വന്ന് ഈ ഒരു ലോ ബ്രേക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ വരുന്ന റീടെസ്റ്റിന് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ആ ഒരു സെൽ കണ്ടിന്യൂഷൻ തന്നെ നോക്കാവുന്നതാണ്. നിങ്ങൾക്ക് ഒരു എക്സ്ട്രീമായിട്ട് വെക്കാൻ പറ്റുന്ന ടാർഗറ്റ് 4274 വരെ നിങ്ങൾക്ക് ടാർഗറ്റ് വെക്കാം. സോ ഫസ്റ്റ് ടാർഗറ്റ് എപ്പോഴും ഈ കാണുന്ന ലോ തന്നെ വെക്കാനായിട്ട് ശ്രമിക്കുക. ഓക്കെ, നമുക്ക് യൂറോ യൂസ്റ്റിൻ്റെ അനലൈസിലേക്ക് നോക്കാം. സോ യൂറോ യൂസ്റ്റി നമ്മൾ ഇന്നലെ അനലൈസ് ചെയ്തപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കാണുന്ന ഒരു ഓർഡർ ഫ്ലോയിൽ നിന്ന് പ്രൈസ് പോകാനുള്ള ചാൻസസ് കൂടുതലാണെന്ന്. സോ അതുപോലെ തന്നെ പ്രൈസ് ഇവിടെ നിന്ന് റിയാക്ട് ചെയ്ത് ഇപ്പോൾ ഫസ്റ്റ് ടാർഗറ്റ് ഹിറ്റ് ആയിട്ടുണ്ട്. ആൻഡ് ഇനി കാണുന്ന ടാർഗറ്റ് ലെവൽ ഈ കാണുന്ന ഹൈ ആണ്. സോ അത് ഈ കാണുന്ന ഒരു ലണ്ടൻ മാർക്കറ്റിൽ തന്നെ നിങ്ങൾക്ക് ഒരു ബൈ കണ്ടിന്യൂഷൻ കിട്ടുകയാണെന്നുണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി എന്ത് ചെയ്യാം, ആ ഒരു ബൈ കണ്ടിന്യൂഷൻ തന്നെ നിങ്ങൾക്ക് റാലി പിടിക്കാവുന്നതാണ്. ഈ ഒരു ഹൈ എത്തിയതിന് ശേഷം പ്രൈസ് ഇതിൻ്റെ മുകളിലേക്ക് ഒരു 1 അവർ ക്യാൻഡലിലെ ക്ലോസിംഗ് ആണ് കിട്ടുന്നതെങ്കിൽ ഡെഫിനറ്റ്ലി ഈ കാണുന്ന 1.16217 എന്ന ലെവലിലേക്ക് പ്രൈസ് ഡ്രോപ്പ് ആവാനുള്ള ചാൻസസും കൂടുതലാണ്. ആൻഡ് ഇന്ന് ഫ്രൈഡേ ആണ്. അതുകൊണ്ട് തന്നെ ഒരു ട്രേഡ്സ് ഹോൾഡ് ചെയ്യുന്നത് ഭയങ്കര റിസ്ക്കാണ്. കാരണം ഇനി മൺഡേ ഒരു പ്രൈസ് മാർക്കറ്റ് ഓപ്പൺ ചെയ്യുമ്പോൾ ഒരു ഗ്യാപ്പ് അപ്പിലോ ഗ്യാപ്പ് ഡൗണിലേക്കോ മാർക്കറ്റ് ഓപ്പൺ ചെയ്യാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇന്ന് മാക്സിമം പരമാവധി ട്രേഡ്സ് ഓവർനൈറ്റ് ഹോൾഡ് ചെയ്യാതിരിക്കുക. സോ നിങ്ങളുടെ ടാർഗറ്റ് ലെവൽ എത്തിയില്ലെങ്കിൽ പോലും ഉള്ള പ്രോഫിറ്റിലോ അല്ലെങ്കിൽ ചെറിയ ലോസിലായാലും പ്രോഫിറ്റിലോ ലോസിലോ ആയാലും ക്ലോസ് ചെയ്ത് ബെറ്റർ മൺഡേ ട്രേഡ് ചെയ്യുന്നതായിരിക്കും നല്ലത്. സോ ദാറ്റ്സ് ഇറ്റ് ഓൺ ഗോൾഡ് ആൻഡ് യൂറോ യൂഎസ്ഡി. നമുക്ക് ഇതിൻ്റെ ഒരു അപ്ഡേറ്റഡ് വീഡിയോ ആയിട്ട് മൺഡേ കാണാം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. ഹാവ് എ നൈസ് ഡേ.